ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നല്ലൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രാവിലെ തന്നെ കുളിച്ച് കെട്ടിയൊരുങ്ങി എവിടെ പോവാന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? എൻ്റെ വീട്ടിൻ്റെ തൊട്ട് മുമ്പിലുള്ള ഒരു അമ്പലത്തിൽ ഉത്സവമാണ്. ആക്ച്വലി ഉത്സവമായിരുന്നു, മാർച്ചിലായിരുന്നു ഉത്സവം. മെയ് ആയി എനിക്കതൊന്ന് എഡിറ്റ് ചെയ്ത് ഇതിൻ്റെ അകത്ത് കയറ്റാൻ വേണ്ടിയിട്ട്. എന്താ അറിയില്ല, എനിക്ക് എപ്പോഴും എഡിറ്റ് ചെയ്യാനിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടാവും. എല്ലാ പ്രാവശ്യം ഈ ഉത്സവത്തിന് ഞാൻ ഭയങ്കര സന്തോഷത്തോടെയാണ് പോകുന്നത്. പക്ഷെ ഇപ്രാവശ്യം എനിക്ക് എന്തോ ഒരു ഉത്സവത്തിന് പോയിട്ട് എനിക്ക് ഭയങ്കര സങ്കടമായത് എന്താന്ന് എനിക്കറിയില്ല. ഫുള്ളൊരു എന്തോ ഒരു മിസ്സിങ് ആയിരുന്നു. ബിക്കോസ് എൻ്റെ കസിൻസ് ആരും വന്നിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടല്ലായിരിക്കും. അപ്പം ഇതാണ് അമ്പലം. അമ്പലം ഭയങ്കര ഭംഗിയായിട്ട് ഇപ്പം കാണാൻ, ഒരു റെനോവേഷൻ എല്ലാം കഴിഞ്ഞിട്ട്. നമ്മൾ പണ്ടത്തെ വീഡിയോസ് എല്ലാം കാണുന്നവർക്ക് മനസ്സിലാവുമായിരിക്കും പണ്ട് അമ്പലം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. ഇപ്പൊ സരസ്വതി മണ്ഡപമായി ചുറ്റിലും ഷീറ്റൊക്കെ ഇട്ട് ഇതിനൊക്കെ മുൻകൈ എടുത്തത് മെയിനായിട്ട് എൻ്റെ അച്ഛനും പിന്നെ അരുണങ്കള്. പക്ഷെ അരുണങ്കളല്ല, സോറി, അരുണേട്ടൻ. ഗംഗാധരങ്കള്, പിന്നെന്താ നാരായണ മുത്തപ്പൻ, രാജുവേട്ടൻ, അങ്ങനെ കുറേ പേരുണ്ട്. അവരെല്ലാം ഭയങ്കര ഹാർഡ് വർക്ക് കൊണ്ട് സത്യം ഈ അമ്പലം ഇങ്ങനെ ആയത്. അല്ലാണ്ട് ഇങ്ങനെ ഭയങ്കരമായി ഇങ്ങനെ പൊടി പിടിച്ച് അങ്ങനെ വേണം പറയാൻ വേണ്ടിയിട്ട്. ഒട്ടും ഡെവലപ്ഡ് ആവാണ്ട് നിന്നൊരു സ്ഥലമായിരുന്നു. ഇവരൊക്കെ ഭയങ്കര ഡേ നൈറ്റ് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇതിപ്പോൾ റെനോവേറ്റ് ചെയ്തിട്ട് ഇത്രയും ഭംഗിയിലായി വന്നിട്ടുള്ളത്. അപ്പം അവർക്ക് എൻ്റെ വക ഒരു കൺഗ്രാജുലേഷൻസ്. പിന്നെ എന്താ വെച്ചാൽ, ഇത് ഞാൻ വീഡിയോ എടുക്കുന്ന ഓർഡർ നേരെ ഉൾട്ടയാണ്. ഡേ 1, 2, 3 അല്ല, 3, 2, 1 ആണ്. കാരണം എനിക്ക് ഓഫീസുള്ള ദിവസമാണ് ഇപ്രാവശ്യം എല്ലാം ഉത്സവം ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ ഞാൻ ഉത്സവത്തിന് ലീവ് എടുക്കുമായിരുന്നു 3 ദിവസം. അതിൻ്റെ 2 ദിവസം മുന്നെയാണ് ഞാൻ കാശ്മീർ ട്രിപ്പ് പോയി വന്നത്. സോ അതുകൊണ്ട് എനിക്ക് ലീവ് കിട്ടിയിട്ടില്ല. അപ്പം എനിക്ക് ആ ഒരു സങ്കടം നല്ലോണം ഉണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, അതുകൊണ്ട് തന്നെ വീഡിയോസ് എല്ലാം എൻ്റെ കയ്യിൽ രാത്രിയുള്ള വീഡിയോസ് മാത്രമേ ഉള്ളൂ, രാവിലെ ഉള്ള വീഡിയോ ഒന്നിൻ്റെയും ഇല്ല. അപ്പം ഇത് 3-ാമത്തെ ദിവസം രാത്രിയുള്ള വീഡിയോ ആണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നാണ് മറ്റേ തായമ്പക, തടമ്പ് നൃത്തം അതല്ലാത്ത പരിപാടിയൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് വൈകുന്നേരം പൂജ കഴിഞ്ഞിട്ട് തായമ്പകയാണ് ഉണ്ടാവുന്നത്. അപ്പം എന്നെ പഠിപ്പിച്ച, ഞാൻ പണ്ട് യൂത്ത് ഫെസ്റ്റിവലിന് ചെണ്ടമേളത്തിന് പോകുമായിരുന്നു. അപ്പം എന്നെ പഠിപ്പിച്ച മാഷാണ് ഇവിടെ എല്ലാ വർഷവും പിന്നെ പഞ്ചവാദ്യം വായിക്കാൻ വേണ്ടിയിട്ട് വരിക. അപ്പോൾ മാഷിൻ്റെ ടീമിൻ്റെ പഞ്ചവാദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ഡേ ആണ് വൈകിട്ടാട്ടം വന്നത്. അപ്പോൾ അച്ഛൻ്റെ ആർക്കിടെക്ചർ ബ്രില്യൻസ് അച്ഛൻ കാണിച്ചു കൊടുക്കുകയായിരുന്നു മരുമകന്. അങ്ങനെ അവർ ചുറ്റി ചുറ്റി കാണുന്നുണ്ട്. എന്തോ എന്നെ കമൻറ്റ് പറഞ്ഞ കേട്ടോ. അവർ രണ്ടാളും കൂടെ എന്നെ ട്രോളാൻ ഭയങ്കര മിടുക്കരാണ്. അവർ ചിരിക്കുന്നത്, അവർ ഒന്നിക്കുന്നതേ എന്നെ ട്രോളാൻ വേണ്ടിയിട്ടാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് മറ്റേ എന്താണ്, പഞ്ചവാദ്യം തന്നെയാണ് ഇത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. ചെണ്ടമേളം കഴിഞ്ഞു, ഇത് മറ്റേ കൊമ്പും കുഴലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ടാണ് ഇനി നമ്മളെ ഇതുണ്ടാവും, എന്താണ്, തടമ്പ് നൃത്തം. തടമ്പ് നൃത്തം കാണാൻ ഞാൻ എല്ലാ വർഷവും വെയിറ്റ് ചെയ്യും. കാരണം നമ്മളെ അമ്പലത്തപ്പൻ്റെ വിഗ്രഹം നമുക്ക് ഏറ്റവും അടുത്തുനിന്ന് ക്ലോസ് ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു ദിവസമാണെന്ന്. അപ്പം എല്ലാ വർഷവും എനിക്കത് കാണാൻ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. പിന്നെ പിന്നെ നമ്മൾ ലാസ്റ്റ് ആകുമ്പോൾ നമ്മളിങ്ങനെ വരച്ചു ഇനി അപ്പം അടുത്ത വർഷം ആവണ്ടേന്ന്. അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ കണ്ടൊരു ക്യൂട്ട് കാഴ്ചയാണ് ഇത്. ഇത്തും എൻ്റെ ഫ്രണ്ടിൻ്റെ മോളും ആട്ടോ. പണ്ട് ഞങ്ങളായിരുന്നു ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നത്. എത്ര വേഗം സമയം പോകുന്നതെന്നുള്ള ഒരു ഐഡിയ ഇല്ല. ഇങ്ങനെ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലാണ് സമയം ഇങ്ങനെ കടന്ന് പോകുന്നത് ഗൈസ്. ഇവരെ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും എൻ്റെ ചെറുപ്പത്തിലുള്ള ആ ഒരു ടൈം നല്ലോണം മിസ്സായി. കാരണം ഫ്രണ്ട്സ്, കസിൻസ് എല്ലാം കൂടി നല്ല രസമായിരുന്നു ആ സമയത്ത്. അപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പം ഈ ഒരു റെനോവേഷന് ശേഷം നമ്മളിവിടെ കൊടിമരം എന്നുള്ളൊരു പ്ലാനിൽ അമ്പലം ഇങ്ങനെ മുന്നോട്ട് പോകുന്നതാണ് ഇപ്പം. അപ്പോൾ ഈ കൊടിമരത്തിൻ്റെ ഒരു ഇനോഗ്രൽ ഫംഗ്ഷനാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ചെറിയൊരു സംഭാവന നമ്മൾ വീട്ടിൻ്റെ അടുത്തുള്ളൊരു കൃഷ്ണ മാസ്റ്റർ എന്ന് പറഞ്ഞ ഒരാൾ കൊടുത്തതാണ്. അപ്പം അതിൻ്റെ ഒരു ഇനോഗ്രേഷൻ, അത് സംഭാവന പിരിക്കലിൻ്റെ ഇനോഗ്രേഷൻ എന്നുള്ള രീതിയിലാണ് അത് നടന്നത്. അപ്പം എനിക്ക് തോന്നുന്നു 2-3 വർഷത്തിൽ കൊടിമരം ഉണ്ടാക്കണം എന്നാണ് തന്ത്രി പറഞ്ഞത്, അമ്പലത്തിലെ തന്ത്രി. കാഞ്ഞങ്ങാടിൽ വേറെ കൊടിമരമുള്ള അമ്പലം ഇല്ല എന്നാണ് ആ സമയത്ത് ഞാൻ പറഞ്ഞ കേട്ടോ. എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ, ഉണ്ടെങ്കിൽ തിരുത്തണം എന്നെ. അപ്പം ഇതാണ് നമ്മളെ തെടമ്പ് നൃത്തം. ഭയങ്കര ടങ് ട്വിസ്റ്റർ അല്ലേ അത്. തടമ്പ് നൃത്തമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ശരിക്കും കാണാനും ലൈക്ക് കേൾക്കാനൊക്കെ നല്ല ഭംഗിയാണ്, ആ ഒരു ഡാൻസും ആ ഒരു പരിപാടിയൊക്കെ. ഇതിപ്പോൾ എല്ലായിടത്തും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ഈ മലബാർ റീജിയനിലാണ് ഇത് അധികം ഞാൻ കണ്ടത്. പിന്നെ ഞാൻ വേറെ എവിടെയും അങ്ങനെ കണ്ടിട്ടില്ല. ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഇതും ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ നിങ്ങൾ തിരുത്തണം. അപ്പം അത് കഴിഞ്ഞിട്ട് ഫുഡ് ഉണ്ടായിരുന്നു. എല്ലാ പ്രാവശ്യവും കാഴ്ച വരവ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം ഉണ്ടായിരുന്നില്ല. അവർക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുള്ളവരുടെ കാഴ്ച വരവ് ഇപ്രാവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പം ഇത് കഴിഞ്ഞിട്ട് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കലാശക്കൊട്ട്. ഇതിപ്പോൾ കമ്മിറ്റിക്കാർ കണ്ടിട്ടില്ല കേട്ടോ. പിള്ളേർ ഇത്ര വൃത്തികേടാക്കുന്നത് ഈ വീഡിയോ കണ്ടതിന് ശേഷമായിരിക്കും ഞങ്ങൾക്ക് ചീത്ത കിട്ടുക. ഇത് അരുണേട്ടൻ്റെ മോൻ.
അത് അമൃതേച്ചിയുടെ മോൻ. എൻ്റെ ചൈൽഡ്ഹുഡ് പറഞ്ഞാൽ അമൃതേച്ചിയും രതികേച്ചിയും അരുണേട്ടനും എല്ലാമാണ്. കാരണം ഞാൻ പണ്ട് എൻ്റെ വീട്ടിൽ വളർന്നതിനേക്കാളുള്ള മെമ്മറീസ് എനിക്ക് ഇവരുടെ വീട്ടിലാണ്. ഇതാണ് അരുണേട്ടൻ്റെ വൈഫ്, ഇതാണ് അരുണേട്ടൻ, നേരത്തെ ഞാൻ അങ്കിൾ എന്ന് പറഞ്ഞില്ലേ. പിന്നെ ഇത് അരുണേട്ടൻ്റെ മോള് ആറ്റ, ഇത് അമ്മിയ, ഇതാണ് അരുണേട്ടൻ്റെ പുതിയ കുരുപ്പ്, വെരി വെരി നോട്ടി ബോയ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ എൻ്റെ പണ്ടത്തെ ചൈൽഡ്ഹുഡ് മെമ്മറി മൊത്തം ആ വീട്ടിനെ ചുറ്റിയിട്ടാണ്. ഞാൻ ഉറങ്ങലും ഉണ്ണലും കിടക്കലും എല്ലാം അവിടെയാണ്. മറ്റേ അടുത്ത പ്രസന്ന ആൻറ്റി എപ്പോഴും പറയും, നിന്റെ ചോരയിൽ ഓടുന്ന ഇവിടുത്തെ ചോറാന്ന്. പ്രസന്ന ആൻറ്റി മരിച്ചു ഇപ്പം റീസെൻ്റ്ലി, അത് വേറൊരു ഹാർട്ട് ബ്രേക്കാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് എന്താ നമ്മൾ ചോറുണ്ടും, ഇതിപ്പോൾ ഉച്ചക്കത്തെ ചോറും പിന്നെന്താ അത് രാത്രി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാട്ടാ. പിന്നെ നമുക്ക് ഇത് തരും, ഉള്ളിൽ നമ്പൂതിരികൾക്ക് ഉണ്ടാക്കിയ ഫുഡ് ഉണ്ടാവും. അത് വൈകുന്നേരം രാത്രി പോകുന്നവർക്ക് മാത്രമാണ് കിട്ടുക. അത് ഈ വീട്ടിന് ചുറ്റുള്ളവർക്ക് മാത്രമാണ് ആ ഒരു പ്രിവിലേജ് ഉള്ളത്. ഇതിനിപ്പോൾ നിങ്ങൾ കാണുന്നത് ഡേ ടൂന് മാമിയും മാളും എല്ലാം വന്നിട്ടുണ്ട്. അതിന് അമ്മയുടെ ഡാൻസ് ഉണ്ടല്ലോ കാണാൻ വേണ്ടിയിട്ട്. അപ്പം എനിക്ക് ആക്ച്വലി പറഞ്ഞാൽ നല്ല 2 നാത്തൂന്മാരെയാണ് കിട്ടിയത്. അതുപോലെ തന്നെയാണ് എൻ്റെ അമ്മക്കും നാത്തൂൻ്റെ ഡാൻസ് കാണാൻ വേണ്ടിയിട്ട് ഭർത്താവിനെയും മോനെയും ഒട്ടിക്കെട്ടിച്ച് വന്ന ആളാണത്. മാമിക്ക് പറഞ്ഞാണ്ടല്ലോ ഭയങ്കര സ്നേഹമുള്ള ഒരാളാണ് എൻ്റെ മാമി. ഞാൻ പറയുമ്പോൾ എനിക്ക് സങ്കടം വരും. കാരണം പണ്ടെല്ലാം ഞാൻ പഠിക്കുമ്പോഴെല്ലാം അയ്യോ മാമി എപ്പോഴും എന്നെ വിളിക്കും, എന്താ മോളെ എന്നാ ചെയ്യുന്നതെന്ന് അങ്ങനെയെല്ലാം ചോദിച്ചു. ഭയങ്കര സ്നേഹമുള്ള ഒരാളാണ് എൻ്റെ മാമിക്ക് ഉമ്മ. ഈ സമയത്ത് ഞാനത് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു ഗൈസ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇതാണ് അമ്മയുടെ ഡാൻസ്. അമ്മയുടെ ഡാൻസ് പറഞ്ഞാൽ അതൊരു നൃത്തശില്പം അങ്ങനെയാണ് എല്ലാ പ്രാവശ്യവും ഉണ്ടാവില്ല. എല്ലാ പ്രാവശ്യവും ഞാൻ ആ പരിപാടിയിൽ ഉണ്ടാവാറുണ്ട്. ഇപ്രാവശ്യം എനിക്ക് ഈ ലെഗ് ഇഞ്ചുറി ഉള്ളത് കൊണ്ട് എനിക്കതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതും എൻ്റെ ഒരു ഭയങ്കര സങ്കടമായിരുന്നു ഗൈസ്. ഞാൻ പറഞ്ഞില്ല ഇപ്രാവശ്യം ഉത്സവത്തിന് ഞാൻ പോയത് ഫുൾ ഗ്ലൂമി ആയിട്ടായിരുന്നു ഉണ്ടായത്. എന്നോട് ബൈത്തട്ടിൽ ചോദിച്ചു എനിക്ക് ഇത്ര സങ്കടം, എനിക്ക് എന്താണെന്ന് അങ്ങനെ പറയാൻ പറ്റുന്നില്ല. ഒരു റീസൺ ഇല്ല, കുറേ റീസൺസ് കൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. പിന്നെ വേറൊരു വലിയ സങ്കടം എന്ന് വെച്ചാൽ എല്ലാ പ്രാവശ്യവും ഈ പരിപാടി ഉണ്ടാകുമ്പം എൻ്റെ അച്ഛമ്മ ഉണ്ടാവലുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം പരിപാടി കാണാൻ അച്ഛമില്ല, കാരണം അച്ഛമ്മ മരിച്ചുപോയി. സോ ആ ഒരു സങ്കടമൊക്കെ മനസ്സിൽ ഉണ്ടായിട്ട്. സോ അച്ഛമ്മ എന്ന് വെച്ചാൽ എല്ലാ പ്രാവശ്യം പരിപാടിയിൽ ഫ്രണ്ടിൽ വന്നിരുന്ന് കാണും. എന്നിട്ട് ഇങ്ങനെ എല്ലാവരും അടുത്തിരിക്കുന്നവരുടെ അടുത്തുള്ളത് അത് എൻ്റെ മോളാന്ന് എന്നെ എപ്പോഴും കാണിച്ചു കൊടുക്കുക. അങ്ങനെയൊക്കെ ഭയങ്കര ഒരു അച്ഛൻ ഉത്സവം എന്നെല്ലാം പറഞ്ഞാൽ എനിക്ക് കോർ മെമ്പർ എൻ്റെ അച്ഛമ്മയും കസിൻസും ആണ്. സോ ഇപ്രാവശ്യം എനിക്കത് ഭയങ്കരമായി മിസ് ചെയ്തു അച്ഛമ്മേനെ. അച്ഛമ്മ എവിടെയെങ്കിലും ഇരുന്നത് കാണുന്നുണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെന്താ ഇത് കഴിഞ്ഞ് ഇതാട്ടോ അമ്മയുടെ ഡാൻസ്. അമ്മയുടെ ഫസ്റ്റ് ഒരു ടൈപ്പ് ഓഫ് ഡാൻസ് ഉണ്ടായിരുന്നു. ഈ ഒരു ഇത് വെച്ചിട്ട് എന്തോ കാടൻ ഡാൻസോ വേടൻ ഡാൻസോ അങ്ങനെ എന്തായിരുന്നു പേര്, ആക്ച്വലി ഞാൻ മറന്നുപോയി പേര്, കാരണം കഴിഞ്ഞ 2 മാസം ആയല്ലോ. അപ്പം ഈ ഡാൻസ് കഴിഞ്ഞ് ഇത് കഴിഞ്ഞിട്ടില്ല, ഞാൻ ഇവരുടെ ഡെഡിക്കേഷൻ മനസ്സിലാക്കിയത് ഇത് കഴിഞ്ഞ് ഇവർ ഡ്രസ്സ് ചേഞ്ച് ചെയ്യും. ആക്ച്വലി മാഷ് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഡ്രസ്സ് തന്നെ ചേഞ്ച് ചെയ്യേണ്ടത്, ഇത് വെച്ച് കണ്ടിന്യൂ ചെയ്യാന്നാണ് പറഞ്ഞത്. പക്ഷെ അവർ ചേഞ്ച് ചെയ്തു. ഇതാണ് ഈ ഒരു ഗ്രൂപ്പിലാട്ടെ ഞാൻ ഡാൻസ് ചെയ്യാം സെമി ക്ലാസിക്കൽ. ഇപ്രാവശ്യം എടുത്തത് ദക്ഷന്റെ കഥയായിരുന്നു. എനിക്കത് കാണുമ്പോൾ ആക്ച്വലി ഭയങ്കര ഗൂസ് ബംസ് വന്നു. അത് കളിക്കാൻ പറ്റാത്തതിൽ ഭയങ്കര സങ്കടം വേറെ ഉണ്ടായിരുന്നു. പിന്നെ അവരൊക്കെ നന്നായി കളിച്ചു, എൻ്റെ ഫ്രണ്ട്സ് നന്നായി അടിപൊളി ഉണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞപാട് അവരുടെ അടുത്ത് പോയി പറഞ്ഞു, എനിക്ക് കണ്ടിട്ട് രോമാഞ്ചം വന്നുപോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് എന്തോ രാജസ്ഥാനിയോ അങ്ങനെ എന്തോ ഡാൻസ് ആയിരുന്നു. പിന്നെ ഇത് കഴിഞ്ഞിട്ട് അമ്മയുടെ സെക്കൻഡ് ഡാൻസ്. ഇതിൽ അമ്മേനെ കണ്ടവർ കൈപൊക്കണം കേട്ടോ, പറയണം അമ്മ എവിടെയാന്നുള്ളത്. അപ്പം ഇത് അവരുടെ സെക്കൻഡ് ഡാൻസ് ആയിരുന്നു. എനിക്കൊന്നു അയ്യപ്പൻ്റെ ഡാൻസ് ആയിരുന്നു. ഞാൻ പറഞ്ഞില്ല എനിക്കൊരു ഇത്രയും നാളായതുകൊണ്ട് എനിക്ക് കറക്റ്റ് ഡാൻസ് ഒന്നും ഓർമ്മ വരുന്നില്ല. അപ്പം ഇതായിരുന്നു അവരുടെ സെക്കൻഡ് ഡാൻസ്. അവർ വേഗം പോയി കോസ്റ്റ്യൂം ചെയ്തു, സാരിയൊക്കെ എടുത്ത് വന്നു. ഇത് പിന്നെ രാജസ്ഥാനി ഡാൻസ്. ഇത് നല്ല രസമായിരുന്നു. മറ്റേ ഗർഭ പോലെ മറ്റേ തലയിൽ കൊടമെല്ലാം വെച്ചിട്ടുള്ള ഡാൻസും അത് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് ഇത് എല്ലാ 3 ടൈപ്പ് ഓഫ് ഡാൻസും ഒന്നിച്ച് ചേർന്നിട്ട് അവരിങ്ങനെ ലൈക്ക് ഒരു നൃത്തശില്പ സമർപ്പണത്തിന്റെ എൻഡ് എന്ന രീതിയിൽ കാണിച്ചു തരും. സോ ഇതായിരുന്നു എൻ്റെ അന്നത്തെ OOTD. അപ്പോൾ ഞാൻ എല്ലാവരും നല്ല രസമുണ്ടായിരുന്നു പറഞ്ഞിട്ട് ഈ ചുരിദാർ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായതാണ്. ഞാൻ ആ വീഡിയോ അങ്ങ് എടുത്തത്. അത് കഴിഞ്ഞിട്ട് അന്നും ഫുഡ് ഉണ്ടായിരുന്നു. ഫുഡൊക്കെ നമ്മൾ കഴിച്ചു. ഞാൻ ആ വീഡിയോ എടുക്കാൻ മറന്നുപോയി. പിന്നെ ഇത്തു അമ്പലത്തിൽ പോകുന്നതേ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ടാ അല്ലേ ഇത്തു? ആ അപ്പം ഇത്തുവിൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഇത്തു അങ്ങനെ കുറേ സമയം ഫ്രണ്ട്സിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തു. ഇത്തുവിലൂടെ ഞാൻ എൻ്റെ ചൈൽഡ്ഹുഡ് കാണുക ഇപ്പോൾ. ബിക്കോസ് ഈ അമ്പലത്തിൻ്റെ ഉത്സവത്തിൻ്റെ സമയത്ത് ഇത്തുവിന് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. ഇത് എല്ലാം കഴിഞ്ഞിട്ട് ഇത് ശാരദ ആൻറ്റി ആട്ടാ. എല്ലാം കഴിഞ്ഞിട്ട് അവർ എടുത്തു വെക്കുന്നത് എല്ലാവരും മേക്കപ്പ് ഓടെ ഇത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. 10 പൂ 12 പൂ അമ്മേനെ കണ്ടോ? അമ്മമ്മ ആ
അപ്പോൾ ഇത്തുൻ്റെ കുറച്ചൊരു ഓവർസ് ആണ് നിങ്ങൾ കണ്ടത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവര് ഫുൾ ഡ്രസ് പാക്കിംഗ് അല്ലായിരുന്നു. പിന്നെ അമ്മയുടെ മാതൃസമിതി അംഗങ്ങളെ പറ്റി എനിക്ക് പറയാനുള്ളത്, അയ്യോ എന്തൊരു ഡെഡിക്കേഷനുള്ള ആൾക്കാർ അറിയായോ. എന്ത് പരിപാടി, ആരെ വീട്ടിൽ എന്ത് പരിപാടിയായാലും എല്ലാവരും ഒത്തുചേർന്ന് ഇവര് ഭയങ്കര ഒരു യൂണിറ്റിയാണ്. ആരും കണ്ണ് വെക്കണ്ട, ടോ 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 എല്ലാ പ്രാവശ്യവും പരിപാടി അവതരിപ്പിക്കാനും എല്ലാ അമ്പലത്തിൻ്റെ എല്ലാ ഓർഗനൈസേഷനും എല്ലാം ഇവർ ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് അമ്പലത്തിലെ. ഇതിപ്പോൾ മറ്റേ ഒഴിഞ്ഞ കസേരകൾ, ഇനി അടുത്ത വർഷമാണ് ഇതെല്ലാം ഒന്ന് ലൈവായി വരണമെങ്കിൽ. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ സങ്കടമാവുന്നുണ്ടല്ലേ? നിങ്ങൾക്ക് സങ്കടമാവുന്നുണ്ട്, എനിക്ക് സങ്കടമാവുന്നുണ്ട്. ഇങ്ങനത്തെ എക്സ്പീരിയൻസ് എല്ലാവർക്കും ഉണ്ടാവും എന്ന് എനിക്കറിയാം. ഇങ്ങനത്തെ എക്സ്പീരിയൻസിലുള്ളവർ കമൻറ്റ് ചെയ്യണം കേട്ടോ. അമ്പലം, പിന്നെ ഉത്സവം, പരിപാടികൾ, അങ്ങനത്തെ അതിൻ്റെ മെമ്മറീസ്, ഡാൻസ് ചെയ്യുന്നവർ, ചെയ്യാൻ പറ്റാത്തവർ, ഇപ്രാവശ്യം ചെയ്യാൻ പറ്റാത്തവർ എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഒരു 3 ബംഗാളി ചേട്ടന്മാർ എന്നെ നോക്കി നിൽക്കുന്നുണ്ട്. അതിനെന്താണെന്ന് മനസ്സിലായിട്ടില്ല, എന്താണ് ഈ പെണ്ണ് കളിക്കുന്നതെന്ന് വിചാരിച്ചിട്ടായിരിക്കും. ഈ വീഡിയോ സ്ലോ മോഷൻ ആണെന്നുള്ള കാര്യം ഞാനിപ്പോൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഗൈസ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ സോറി ഫോർ ദാറ്റ്. ഇതിപ്പോൾ ഡേ 1 ആണ്. ഡേ 1 പിള്ളേരെ നല്ല അടിപൊളി കിടിലം പരിപാടികൾ ഉണ്ടായിരുന്നു ഗൈസ്. കുറേ കുഞ്ഞു കുഞ്ഞു മക്കളെ നല്ല ഡാൻസ് ഉണ്ടായിരുന്നു. കുഞ്ഞു കുഞ്ഞു മക്കളല്ലട്ടോ, വലിയ ആൾക്കാരൊന്നും ഡാൻസ് ഉണ്ടായിന്. ഇത്തോന് വൈബടിച്ചിട്ട് ഡാൻസ് കളിക്കാൻ പറ്റാത്ത ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു ഇത്തോന്. പിന്നെന്താ, കുഞ്ഞു കുഞ്ഞു മക്കൾ തൊട്ട് വലിയ വലിയ ആൻറ്റിമാരും അമ്മമാരും എല്ലാവരും ഡാൻസും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അമ്പലത്തിലെ പരിപാടി എന്ന് വെച്ചാലും എല്ലാ നാട്ടിലും ഉള്ള പോലെ ഭയങ്കരമായിട്ട് എൻ്റെ ചൈൽഡ്ഹുഡിലെ ബെസ്റ്റ് മെമ്മറീസ് എല്ലാം ഈ അമ്പലവുമായി ചുറ്റിപ്പറ്റിയിട്ടാണ്. അമ്പലം, ഉത്സവം, പിന്നെ എന്താണ്, എല്ലാത്തിനും എൻ്റെ ഒരു ചൈൽഡ്ഹുഡിലെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ഈ അമ്പലം. സോ ഇപ്രാവശ്യം എനിക്ക് അമ്പലത്തിൽ ഉത്സവത്തിന് പോയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഭയങ്കര സങ്കടത്തോടെയാണ് ഞാൻ തിരിച്ചു വന്നത്. കുറേ റീസൺസ് കാരണം. അപ്പം ഞാൻ അപ്രാവശ്യം പ്രാർത്ഥിച്ചെന്ന് വെച്ചാൽ, ഈശ്വര അടുത്ത പ്രാവശ്യം ഉത്സവം ഗംഭീരാവണേ, എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവണേന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. കുറേ റീസൺസ് കൊണ്ട് എനിക്ക് ഇപ്രാവശ്യം അമ്പലത്തിലെ ഉത്സവം അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ട്. അപ്പം ഞാൻ പറഞ്ഞില്ലേ റെനോവേറ്റ് ചെയ്തു അമ്പലം. അപ്പോൾ റെനോവേറ്റ് ചെയ്തിട്ട് നമ്മൾ അമ്പലത്തിൻ്റെ നല്ലൊരു അടിപൊളി വീഡിയോ നമ്മൾ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ജിതിനേട്ടൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു, ക്യാപ്റ്റസ് എന്ന് പറഞ്ഞൊരു ഫോട്ടോഗ്രാഫി പേജിൽ നിന്ന്. നല്ല അടിപൊളി വീഡിയോ ആട്ടോ. അപ്പോൾ അത് നിങ്ങളിതും കണ്ടോ, കിടിലം വീഡിയോ. നമ്മൾ ഏരിയൽ വ്യൂവും പിന്നെന്താ, നിങ്ങൾക്ക് എൻ്റെ വീട് വേണമെങ്കിൽ കാണാം. അപ്പോൾ സൈഡിൽ കാണുന്നതാണ് എൻ്റെ വീട്, അത്ര അടുത്താണ്. റെനോവേഷന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും നമ്മുടെ നാട്ടിലെ കുറേ ആൾക്കാർ ഭയങ്കരമായിട്ട് രാവും പകലും അധ്വാനിച്ചിട്ട് ഈ അമ്മേരെ, ഞാൻ പറഞ്ഞില്ല മാതൃസമിതി, പിന്നെ അച്ഛൻ്റെ ഫ്രണ്ട്സ്, നേരത്തെ ചന്ദ്രനങ്ങളിനെ പറയാൻ വിട്ടുപോയി, ചന്ദ്രനങ്ങളും ഉണ്ട് കേട്ടോ. പിന്നെന്താ, കുറേ പേര് ഞാൻ വിട്ടു എന്നുള്ളതിന് എനിക്ക് 100% ഉറപ്പാണ്. കാരണം ആരെ പേര് എനിക്കിപ്പോൾ അങ്ങനെ ഓർത്ത് എടുക്കാൻ പറ്റുന്നില്ല ഗൈസ്. അപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടതിൻ്റെ ഒരു ഫലമാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ വീഡിയോ. എല്ലാവരും നന്നായി ഇതിന് വേണ്ടിയിട്ട് പ്രയത്നിച്ചു എന്ന് വേണം പറയാൻ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ കൊടിമരം കൂടെ വരുന്നുണ്ട്. കൊടിമരം കൂടെ സെറ്റായാൽ 3 നേരം പൂജ അങ്ങനെയുള്ള നമ്മളമ്പലം വൈബ് അമ്പലമായി മാറും. അപ്പോൾ ആർക്കെങ്കിലും അമ്പലത്തിൽ വരാനുണ്ടെങ്കിൽ ചെമ്മട്ടമ്മയിൽ വന്ന് ശ്രീ ബലത്തപ്പൻ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും കൊണ്ടാക്കും. ഗൂഗിൾ മാപ്പിലും ഉണ്ട്. ഭയങ്കര വിളിപ്പുറത്തുള്ള ദൈവാട്ടോ ഇവിടെ, എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇനി വേറൊരു നല്ല അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ ഹെൽത്തി. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.